ഇന്നൊരു യാത്രയാണ്. ഒരുപാട് റീലുകൾ കണ്ട് പോയി കാണണമെന്ന് ആഗ്രഹിച്ചൊരിടം. കൂട്ടുകാരുമൊത്ത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു വൺ ഡേ ട്രിപ്പ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 11:05 പുറപ്പെടുന്ന എറണാകുളം കാരക്കൽ എക്സ്പ്രസിൽ കയറി യാത്ര ആരംഭിച്ചു. രാവിലെ 9 ആയപ്പോൾ അവിടെ എത്തി. തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചി എന്ന തഞ്ചാവൂർ. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ പണികഴിപ്പിച്ചിട്ടുള്ള പെരിയ കോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും അറിയപ്പെടുന്ന വൻ നിർമ്മിതിയും അതിനോട് ചേർന്നുള്ള മ്യൂസിയവും തഞ്ചാവൂർ പാലസും കാണുവാനാണ് അവിടെ എത്തിയ ശേഷം ഞങ്ങൾ തീരുമാനിച്ചത്. തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്ത് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്റ്റേഷനടുത്തുള്ള ശ്രീ ആര്യഭവനിൽ കയറി. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വിഭവമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. വേറൊന്നുമല്ല, മൈസൂർ മസാല ദോശ. നല്ല ഗീയൊക്കെ ഒഴിച്ച് ദോശ ഫുൾ മസാല വെച്ച ഒരു സൂപ്പർ ദോശ. സൈഡ് സാമ്പാറോ തേങ്ങ ചമ്മന്തിയോ ഒന്നും വേണ്ടിവരില്ല. അത്ര ടേസ്റ്റാണ് ഈ ദോശ കഴിക്കുവാൻ. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ പെരിയ കോവിലിലേക്ക്. പൂർണ്ണമായും കരിങ്കലിൽ തീർത്ത ഏക ക്ഷേത്രമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. ആ നിർമ്മിതി കണ്ടങ്ങനെ നിന്നുപോകും. AD 1010 അരുൾമൊഴിവർമ്മൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്താണ് ഇത് പണിതത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിനു മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശമുണ്ട്. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പമുണ്ട്. 400 തൂണുകളുള്ള വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവുമുണ്ട്. കുഞ്ചിറമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. മനോഹരമായ ചോളവാസ്തുവിദ്യയുടെ നല്ല ഉദാഹരണമാണിവിടം. യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി ഈ ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ നിർമ്മിതികളും ഒറ്റക്കല്ലിൽ എന്നുള്ളതാണ് ശ്രദ്ധേയം. ക്ഷേത്രഗോപുരത്തിന്റെ മുകളിലുള്ള കല്ലിന് ഏകദേശം 90 ടൺ ഭാരമുണ്ട്. ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ചരിവുതല നിർമ്മിച്ച് കല്ലുകളെ ഇതിലൂടെ നിരക്കി നീക്കിയാണ് ഇവ മുകളിലെത്തിച്ചത്. തഞ്ചാവൂർ പാവകളും വളരെ പ്രസിദ്ധമാണ്. പൂർണ്ണമായും കൈകൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത്. വളരെ മനോഹരമാണ് ഇവയെല്ലാം കണ്ടു നിൽക്കാൻ. പാവകൾക്ക് 500 രൂപ മുതൽ വലിപ്പം കൂടുന്നതനുസരിച്ച് വില കൂടും. തഞ്ചാവൂർ പാലസിൽ കയറുന്നതിന് 50 രൂപയാണ്. നമ്മൾ കണ്ടിരിക്കുന്ന കൊട്ടാരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതിന്റെ നിർമ്മിതി. ഇവിടെ തിമിംഗലത്തിന്റെ അസ്ഥികൂടം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ബ്രാസ് വിഗ്രഹങ്ങളും നടരാജ വിഗ്രഹങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഒരു വട്ടമെങ്കിലും തഞ്ചാവൂർ നമ്മൾ കണ്ടിരിക്കണം.